Hello CUET aspirants, welcome to AGPod. This is me Varnita, your English teacher. CUET എന്ന് പറഞ്ഞ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിച്ച നിമിഷം തൊട്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരികയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം രാജ്യത്തെ ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന കോളേജസിലേക്ക് അഡ്മിഷൻ നേടുക അല്ലെ, നമ്മളുടെ ഒരു ഡ്രീം കരിയറിലേക്ക് എത്തുക, നമ്മുടെ ഒരു ഡ്രീം ജോബിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം കോളേജിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ജേർണിയിലുള്ള ഒരു കീ ആണ്. ആ ജേർണിയിലേക്ക് നിങ്ങൾ വാതിൽ തുറക്കുന്ന കീ ആണ് എന്ത്, ഈ CUET എന്ന് പറഞ്ഞ ഒരു എക്സാം. ഓക്കെ, സോ CUET എന്ന് പറയുമ്പം ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ എല്ലാ കാര്യങ്ങളും അത്ര ഈസി ആയിരിക്കണം എന്നില്ല. കാരണം നമുക്കറിയാലോ, നമ്മുടെ +2 നമ്മൾ ബോർഡ്സ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബോർഡ്സ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ആയിരിക്കും മിക്കവാറും എല്ലാവരും CUET കൊണ്ടുവരുന്നത് അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് പഠിക്കണം, നല്ല കോളേജിൽ പഠിക്കണം, നല്ല കോഴ്സ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവും. ആൻഡ് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി വെറുതെ കയ്യും കെട്ടി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇല്ല അല്ലെ. അതിനുവേണ്ടി നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടുകയും ചെയ്യണം. വെറുതെ ഒന്നും ഇത് ആർക്കും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. സോ ഇഫ് യു ആർ റെഡി ടു വർക്ക് ഹാർഡ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും CUET എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ കൈപ്പിടിയിൽ ഉണ്ടാവും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുകയാണ് കേട്ടോ. യെസ്, അപ്പം ഒരു വലിയൊരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാണ്. സോ ഇംഗ്ലീഷ് അല്ലെ, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട്, മിസ്സേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു പേപ്പർ, അതായത് നമുക്ക് ലാംഗ്വേജസ് വരാറുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമെയിൻ പേപ്പറിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതേണ്ടതായിട്ട് ഒരു പേപ്പറാണ് ഒരു ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് ഒരു കുറച്ച് ഒരു 17 ലാംഗ്വേജസ് എന്തോ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാം. പക്ഷെ ഭൂരിഭാഗം കുട്ടികളും, മിക്കവാറും കുട്ടികളും സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പൊ കുട്ടികൾ ചോദിക്കാറുണ്ട്, മിസ് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു ആൻസർ ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, നിങ്ങളുടെ CUET എഴുതുന്ന മറ്റു ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് അല്ലെ നമ്മുടെ ഒരു വലിയൊരു ഡ്രീമിലേക്കുള്ള ആദ്യത്തെ ഒരു കീ എന്നുള്ളതാണ് എന്ത്, CUET എക്സാം എന്ന് പറയുന്നത്. മക്കളെ ഈ CUET എക്സാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷിനൊരു പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ 50 മാർക്കിനാണ്, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്, 50 മാർക്കിനല്ല 50 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരുന്നത് നിങ്ങൾക്ക് നമ്മുടെ CUETയിൽ ഇംഗ്ലീഷിന് വരുന്നത് കേട്ടോ. 60 മിനിറ്റ്സ് ആയിരിക്കും, അതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തം പെർസെൻറ്റൈലിനും നല്ല രീതിക്ക് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. സോ കണ്ടോ, ഒരു ഈ ജസ്റ്റ് അതിനൊരു ലാംഗ്വേജ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എന്നുള്ള രീതിക്ക് മാത്രം കാണാതെ നിങ്ങളുടെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തണം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജിൽ എത്തണം എന്നുള്ളതിനെ തീരുമാനിക്കുന്ന ഒരു ഘടകമായിട്ട് പലപ്പോഴും ഇംഗ്ലീഷ് മാറാറുണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഗ്രാമർ ഓർ വൊക്കാബുലറി, ഗ്രാമറോ വൊക്കാബുലറിയോ ചുമ്മാ കുറെ കാര്യങ്ങൾ പഠിക്കുന്ന എന്നുള്ളതല്ല, നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു, ഐഡിയാസിനെ മനസ്സിലാക്കി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതൊക്കെ ഇതിനകത്ത് പരീക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ഓഫ് കോഴ്സ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്, ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ബെസ്റ്റ് കോളേജസിലേക്കുള്ള ഒരു ഗേറ്റ് വേ തന്നെയാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാ മിസ്സേ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിസിക്സ് പഠിക്കാനാണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനാണ്, പിന്നെ എന്തിനാ ഇംഗ്ലീഷിൻ്റെ ആവശ്യം? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ ലാംഗ്വേജ് ആയിട്ട് മിക്കവാറും നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഇംഗ്ലീഷാണ്. സോ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പെർസെൻറ്റൈലിൽ, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റൈലിലാണ് കണക്ക് കൂട്ടുക. സോ ആ പെർസെൻറ്റൈലിലേക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്സ് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് CUETക്ക് ഇംഗ്ലീഷാണ്. പിന്നെ മോസ്റ്റ് റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ്, ഇനിയിപ്പം ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ്. നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, JNU ആയിക്കോട്ടെ, IFLU എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ആണ്. പിന്നെ ജാമിയ മിലിയ, അലഹാബാദ് യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെയും ഇംഗ്ലീഷിന്റെ സ്കോർസിനെയാണ് മിക്കവാറും കട്ട് ഓഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടായിട്ട് കാണുന്നത്. സോ ഇംഗ്ലീഷ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ യെസ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മൊത്തത്തിലുള്ള പെർസെൻറ്റൈലിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നിങ്ങളുടെ ഡൊമെയിൻ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഇൻ കേസ് കുറച്ചൊരു മാർക്ക് അവിടെ ഇവിടെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാലും ഇംഗ്ലീഷിന് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും കേട്ടോ. ഇംഗ്ലീഷിന് നല്ല രീതിക്ക് നിങ്ങൾക്ക് സ്കോർ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ഡൊമെയിനിന് കുറച്ചൊന്ന് സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാലും ഇപ്പുറത്തെ ഇംഗ്ലീഷ് നിങ്ങളുടെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് വേറെ കാര്യം, ഇനിയിപ്പോൾ ഇംഗ്ലീഷ് മാത്രമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചിലരുണ്ടാവല്ലോ.
അവർക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം BA ഓണേഴ്സ് അല്ലെ, ഇംഗ്ലീഷിൽ ഓണേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. ദ ബെസ്റ്റ് കോളേജസ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഡ്രീം ചെയ്യേണ്ട. നമ്മളിപ്പോഴേ എയിം ചെയ്യുക, ഞാൻ ഇന്നൊരു കോളേജിലേക്ക് ഞാൻ എത്തണം, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എത്തണം എന്നുള്ള ആ ഒരു ഡ്രീം വെച്ചിട്ടേ നിങ്ങൾ ഇപ്പോഴേ പഠിക്കുക. അതായത് നമുക്ക് ഓക്കെ അഡ്മിഷൻ എവിടെയെങ്കിലും ആയിന്നെ എവിടെയെങ്കിലും പോയി ചേർന്നേക്കാം, അങ്ങനെയല്ല. എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോളേജ് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രത്യേക സ്ഥലത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം നമ്മൾ പഠിക്കാനായിട്ടോ. അത് ഏത് സബ്ജക്ട് പഠിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, കമ്പയർ ടു ഡൊമൈൻ സബ്ജക്ട്സ്, ഇംഗ്ലീഷ് ഇസ് കോൺസെപ്ച്വലി ഈസിയർ ഇഫ് യു ഹാവ് ഗുഡ് കമാൻഡ് ഓഫ് റീഡിങ് ആൻഡ് ഗ്രാമർ. അല്ലെ, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻ മക്കളെ കഴിഞ്ഞ വർഷം 2025 CUET കഴിഞ്ഞ സമയത്ത് എനിക്ക് 25ഓളം ക്വസ്റ്റ്യൻസ് വാസ് പ്യോർലി ബേസ്ഡ് ഓൺ റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമുക്കൊരു പാരഗ്രാഫ് ഒരു 200 to 300 വേർഡ്സ് വരുന്ന ഒരു പാസേജ് ഉണ്ടാവും. ആ പാസേജ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്ന രീതിക്കാണ് ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മിക്കവാറും പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഈ നമ്മുടെ എക്സാമിന്റെ പാറ്റേൺ, ഇംഗ്ലീഷിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട പുറകെ നിങ്ങൾക്ക് വരുന്നുണ്ട്, പേടിക്കേണ്ട. ആ പാറ്റേൺ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ നല്ല രീതിക്ക് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഇംഗ്ലീഷിനെ അതിന് വേണ്ടി അറിയണം. പിന്നെ വൺസ് യു അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺസ്, എസ്പെഷ്യലി കോംപ്രഹെൻഷൻ, വൊക്കാബുലറി ആൻഡ് ഗ്രാമർ, യു ക്യാൻ ഈസിലി സ്കോർ. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. പിന്നെ റെഗുലർ റീഡിംഗ് ആൻഡ് പ്രാക്ടീസ് ആർ ഇനഫ്, നോ കോംപ്ലക്സ് തിയറീസ് ഓഫ് ഫോർമുലാസ്. അല്ലെ, നമ്മൾ വലിയ വലിയ തിയറീസ് ഓഫ് ഫോർമുലാസ് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് തോന്നുന്നു ശരിക്കും ഇതിന്റെ വൊക്കാബുലറിയാണ് മെയിനായിട്ടും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു +2 വരെ പഠിച്ച കാലം കൊണ്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ വൊക്കാബുലറി ഉണ്ടാവില്ല. അത് നമുക്ക് അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എനിക്ക് അറിയുന്ന അത്രയും വേർഡ്സ് ആയിരിക്കില്ല വേറൊരാൾക്ക് അറിയുന്നുണ്ടാവുക, അയാൾക്ക് അറിയുന്ന അത്രയും വേർഡ്സ് ആയിരിക്കില്ല വേറൊരാൾക്ക് അറിയുന്നുണ്ടാവുക. സോ നമുക്കൊക്കെ തമ്മിൽ നമ്മുടെ പേഴ്സണൽ വൊക്കാബുലറി തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ പേഴ്സണൽ വൊക്കാബുലറി ബിൽഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓഫ് കോഴ്സ് വായനയിലൂടെ തന്നെയാണ് കേട്ടോ. നല്ല രീതിക്ക് വായിക്കുക, നല്ല രീതിക്ക് ലാംഗ്വേജ് കേൾക്കുക. വെൻ യു ആർ എക്സ്പോസ് ടു ദ ലാംഗ്വേജ് യു ലേൺ ഇറ്റ് ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ എത്രത്തോളം ലാംഗ്വേജിനോട് എക്സ്പോസ്ഡ് ആവുന്നുണ്ടോ, നിങ്ങൾ കാണുക, ഇംഗ്ലീഷിലുള്ള വീഡിയോസ് കാണുക, ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ വായിക്കുക, ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക. അതായത് ഈ ഒരു എക്സാമിന് സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളോടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യമായിട്ട് തന്നെ എടുക്കുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അത് കേൾക്കുക. ഓക്കെ, അപ്പൊ നമ്മളിലൂടെ തന്നെത്താനെ നമുക്ക് കുറെ വേർഡ്സ് നമുക്ക് കിട്ടും. ഇനി ഏതെങ്കിലും പുതിയൊരു വേർഡ് കിട്ടുന്ന സമയത്ത് അത് എന്താണെന്നുള്ളതിനെ അല്ലെ അതിന്റെ മീനിങ് കണ്ടുപിടിക്കുക, ആൻഡ് ഹൗ യു യൂസ് ഇറ്റ്. ആ വേർഡിനെ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നോക്കുക, അതിനൊരു സെന്റൻസിലേക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പേഴ്സണൽ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത് CUET എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിനെ തന്നെ അവിടെ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെ, റൈറ്റിംഗ് ബെറ്റർ ആൻസേഴ്സ് ഇൻ കോളേജ് എക്സാംസ്. കാരണം അവരെന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് നല്ല രീതിക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? നിങ്ങൾ പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പഠിച്ചു വളർന്ന ഒരു സാഹചര്യത്തിലായിരിക്കില്ല. നിങ്ങളുടെ എക്സ്പോഷർ അവിടെ വലുതാവാൻ വേണ്ടി പോവുകയാണ്. സോ അവിടെ എത്തുന്ന സമയത്ത് യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ. അല്ലെ, കുട്ടികളായിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അതേപോലെ തന്നെ നല്ല രീതിക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി കഴിയണം. അല്ലേ, അപ്പൊ അതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലാംഗ്വേജ് വേണം. ആൻഡ് ആ ലാംഗ്വേജ് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ വൊക്കാബുലറിനെ നമ്മൾ തന്നെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നോക്കണം. കമ്മ്യൂണിക്കേറ്റിംഗ് കോൺഫിഡൻ്റ്ലി ഇൻ ഇന്റർവ്യൂസ് ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. നമ്മൾ ഇനി വളരാൻ വേണ്ടി പോവാണ്. അല്ലെ, CUET പഠിക്കാമെന്ന് തീരുമാനിച്ച നിമിഷം തൊട്ട് നിങ്ങൾ വളരാൻ വേണ്ടി പോവാണ്. സോ എന്താണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പോഴേയല്ല ഈ ഒരു ലാംഗ്വേജ് ഒക്കെ നന്നാക്കി എടുക്കണം. റീഡിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റഡി മെറ്റീരിയൽസ്. അല്ലെ, അപ്പൊ ആ നമുക്ക് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഇംഗ്ലീഷ് വേണം. ആൻഡ് നെക്സ്റ്റ് എന്താണ്? ഇംഗ്ലീഷ് ഒരു ലിങ്ക് ലാംഗ്വേജ് ആണ്. അല്ലെ, ശരിക്കും ബ്രിഡ്ജ് ലാംഗ്വേജ് എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? നമ്മളെ അല്ലെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ്. എസ്പെഷ്യലി നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമൊക്കെ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് എന്താണ് നമുക്ക് അല്ലെ ഇംഗ്ലീഷ് അല്ലാതെ വേറെ ഒന്നും അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരാൻ പോകുന്നില്ല. ഇഫ് യു ഹാവ് ദറ്റ് ഗുഡ് കമാൻഡ് ഓവർ ഹിന്ദിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അറിവുണ്ടെന്നാണെങ്കിൽ ദാറ്റ് വുഡ് ഹെൽപ്പ് ഓഫ് കോഴ്സ്. അതല്ലാതാണെങ്കിൽ ഇംഗ്ലീഷ് അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു രക്ഷയുമില്ല കേട്ടോ. സോ CUET ഈസ് എ നാഷണൽ ലെവൽ എക്സാം. ഒരു നാഷണൽ ലെവൽ എക്സാം ആണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു ജില്ലയിലുള്ള അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിലുള്ള കുട്ടികളോട് മാത്രമല്ല, ഈ ഒരു മൊത്തം കൺട്രിയിലുള്ള
അത്രയും കുട്ടികൾ സീരിയസ് ആയിട്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ്. സോ നിങ്ങൾ അതിന് അത്രയും സീരിയസ് ആയിട്ട് തന്നെ കണ്ടെഴുതണം. നമ്മുടെയൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവരവിടെ പഠിച്ചിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യൻസ്, നമ്മൾ മലയാളീസ് എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ട് അവിടേക്ക് എത്താനും, നമ്മൾക്കിപ്പോൾ അല്ലേ കുറേ പേർക്കും കേരളത്തിനെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി കൊടുക്കുന്നത് നമ്മുടെ കൂടെ ഒരു കടമയാണ്, ഒരു ഡ്യൂട്ടിയാണെന്നുള്ള പോലെ എടുക്കുക. ഓക്കെ, അപ്പം നിങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തിയതിന് ശേഷം വേണം അല്ലെ ആ ഒരു എന്താ പറയുക പല തെറ്റായ ചിന്താഗതികളൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. ഇംഗ്ലീഷ് ആക്സ് യെസ്, അപ്പോൾ ഒരു നാഷണൽ ലെവലിലെ എക്സാം ആണ്. അപ്പം പല ലിംഗ്വിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്സുള്ള കുട്ടികൾ ആ ഒരു എക്സാം എഴുതുന്നുണ്ട്. ഇംഗ്ലീഷ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ലാംഗ്വേജ് അല്ലേ. ഇറ്റ്സ് യൂസ്ഡ് ഇൻ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ഇന്ത്യ ഫോർ ലെക്ചേഴ്സ്, അസൈൻമെന്റ്സ് ആൻഡ് എക്സാംസ്. നിങ്ങൾ അവിടെ എല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലെസ് നിങ്ങൾ ഹിന്ദിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് അല്ല പഠിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്ത് സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. ഡൂയിങ് വെൽ ഇൻ ഇംഗ്ലീഷ് നോട്ട് ഓൺലി ഹെൽപ്സ് യു ഇൻ CUET ബട്ട് ഓൾസോ മേക്സ് യുവർ ട്രാൻസിഷൻ ടു യൂണിവേഴ്സിറ്റി ലൈഫ് സ്മൂത്ത് അല്ലെ. ആ ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞ പോയിന്റ് ആണ് മക്കളെ, നിങ്ങളുടെ ഓവറോൾ പെർസെൻറ്റൈൽ, നിങ്ങളുടെ ഡൊമെയിൻ സബ്ജക്റ്റിന് ഇൻ കേസ് നിങ്ങൾക്ക് 1 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഇപ്പുറത്തെ നിങ്ങളുടെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് നല്ല രീതിക്ക് മാർക്ക് ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, അതിനങ്ങോട്ട് ലെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ റിസ്ക് ഉള്ളൊരു സംഗതിയാണ്, നിങ്ങൾ നിങ്ങളുടെ ഡൊമെയിൻ സബ്ജക്റ്റ് സൂപ്പർ ആക്കി പഠിച്ചു, അതിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ക്ലിയർ ആൻഡ് കോൺഫിഡൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഇംഗ്ലീഷ് അവിടെ കുറഞ്ഞു പോവുകയാണ്, അവിടെ മോശമായി പോവുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഉൾട്ടയാവും. എന്ത് പറ്റും, ഇംഗ്ലീഷ് കുറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ അധികം കൂടുതലാണ് കേട്ടോ. സോ CUET പെർസെൻറ്റൈൽ അല്ലേ സെക്ഷൻ വൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈവൻ ഇഫ് യുവർ ഡൊമെയിൻ സബ്ജക്ട് സ്കോർസ് ആർ ആവറേജ്, എ സ്ട്രോങ് ഇംഗ്ലീഷ് സ്കോർ ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി റൈസ് യുവർ ഓവറോൾ പെർസെൻറ്റൈൽ ആൻഡ് ഇംപ്രൂവ് യുവർ റാങ്ക്. അപ്പം അതാണ് ആദ്യത്തത്. ഇനി കുറെ പേര് ഇതിനെ നെഗ്ലക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, എക്സലിംഗ് ഇൻ ഇംഗ്ലീഷ് ഗിവ്സ് എ കോമ്പറ്റേറ്റീവ് എഡ്ജ് അല്ലേ. ഇംഗ്ലീഷിനെ കുറെ പേര് എന്തായിരിക്കും അത്ര വലിയ മൈൻഡ് ആക്കണ്ടെന്ന് വെച്ച് വെറുതെ കൊണ്ട് ഒഴിവാക്കി വിടും. അങ്ങനെ ഒഴിവാക്കി വിടുന്നവർക്കാണ് അടി കിട്ടാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പുറത്ത് കുറഞ്ഞാലും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ആൻഡ് അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരുപാട് കൂടുതലുണ്ട്, ഇംഗ്ലീഷ് കുറവാണെന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പെർസെൻറ്റൈലിനെ ബാധിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇനി നമുക്ക് CUET എക്സാമിന് വേണ്ടി നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പ്രിപ്പയർ ചെയ്തു എന്ന് വിചാരിക്കേ, ഇതൊക്കെ വെറുതെ ആയി പോകും തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഇല്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഗുണം മാത്രമേ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. എന്താണ്, നമുക്ക് ഇനി ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമ്മളെ ക്ലാറ്റ് അല്ലെങ്കിൽ IP മാറ്റ്, NDA, SSC, UPSC ഇങ്ങനെയുള്ള നാഷണൽ ലെവൽ എക്സാംസ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരുപാട് എക്സാംസ് നമുക്ക് വരാനുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് IELTS എഴുതാൻ വേണ്ടി കഴിയും അല്ലെ, TOEFL എഴുതാൻ വേണ്ടി കഴിയും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട് ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ളത്. സോ ഈ എക്സാംസിലേക്കൊക്കെ തന്നെയും നിങ്ങളിപ്പം CUETക്ക് പഠിക്കുന്നത് ഉറപ്പായിട്ട് ഉപകാരമായിട്ട് വരുള്ളൂ. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ഉപദ്രവം വരാൻ വേണ്ടി പോകുന്നില്ല, ഉറപ്പായിട്ട് അത് ഉപകാരമായിട്ടേ വരാൻ വേണ്ടി പോകുന്നുള്ളൂ. സോ അങ്ങനെയുള്ള എക്സാംസിനും വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിക്കുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് കേട്ടോ. സോ ഇതിനൊക്കെയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂ പോർട്ടലിൽ കിട്ടുന്നതാണ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഇൻട്രസ്റ്റഡ് അല്ല, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സസ് ആണ് നമ്മുടെ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം, ഓരോ ടോപ്പിക്കിലും എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം, മാക്സിമം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മാക്സിമം കാര്യങ്ങളും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഉറപ്പായിട്ടും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഇനി ഞാൻ വളരെ പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ കൂടെ ചെയ്യാം, ഏതൊക്കെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തേക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു CUET എന്ന് പറഞ്ഞൊരു ഡ്രീമിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെച്ചു എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പവറോടെ തന്നെ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. Till then, it's me Varnita signing off. Bye.